കടന്നു പോകുന്ന ആളുകൾ ഒരു പാലത്തിൽ കൂടെ കടന്നു പോയാൽ അത് ഹിറ്റ്ലറിന്റെ യുദ്ധതന്ത്രമാണ്. കടന്നു പോകുന്ന പാലം പൊളിച്ചിട്ട് മുന്നോട്ട് പോകുക, പുറകെ കൂടെ ആരും വരരുത്. ഈ തന്ത്രം തന്നെയാണ് ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാർ സ്വീകരിച്ചത് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. പി ജെ കുര്യൻ പറഞ്ഞത് സ്വദേശപരമാണ് എന്ന് അദ്ദേഹം പറയുന്നു, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് വിരോധിയൊന്നുമല്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് കൊണ്ട സമയത്ത് അദ്ദേഹം മുതിർന്ന കാണുമെങ്കിൽ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം കണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. അതിന് യൂത്ത് കോൺഗ്രസുകാരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുണ്ടെങ്കിൽ യുവജന വിദ്യാർത്ഥി രംഗത്തേക്ക് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വരണമെങ്കിൽ അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ വേണം. യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരാശയത്തിന്റെ ഒരാൾക്കൂട്ടമാണ് എങ്കിൽ തന്നെയും ഒരാശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ്. ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പലപ്പോഴും ഈ ആശയങ്ങൾ അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഫിഗർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫിഗർ സിദ്ധാഭാവിക്കുന്നു, അങ്ങനെ വളരുന്നു. അത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷതയാണ്.